നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വെടിക്കെട്ടുകൾ. ജസ്റ്റിസ് കർണനെ തടവാൻ പോലീസിന്റെ നെട്ടോട്ടം. റബ്ബറിന്റെ പാലൊഴുക്കി നിയമസഭയിൽ ചർച്ച. റബ്ബർ മേഖലയിലെ തകർച്ച ഇപ്പോൾ ഉണ്ടായതിലും താങ്ങാകേണ്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. സഹ്യമലയ്ക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്തു മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ട് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. ഇടപെട്ട പി.ടി. തോമസിനെ സുനിൽ മന്ത്രി അടിച്ച് റബ്ബറാക്കി. ബഹുമാനപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ നേതാവായ ചതുരാനൻ മിശ്രയാണ് ഈ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ കാർഷിക മേഖലയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന കാര്യം അങ്ങേക്കറിയാമോ? ഈ പി.ടി. തോമസ് ഇതുപോലെയുള്ള ശുദ്ധാസംബന്ധം പറയാണ് സാർ. ചതുരാനൻ മിശ്രയല്ല, കോൺഗ്രസ് ഗവൺമെന്റാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സഭയിൽ വീണ്ടും പടക്കം പൊട്ടിച്ച് പി.കെ. ബഷീർ. ആർദ്രത്തിന്റെ പരിപാടി ഉണ്ടോ നിങ്ങൾ പറയും? നിങ്ങൾക്ക് ആരോടെ ആർദ്ര തന്നെ? അതെ, എല്ലാവർക്കും തീരും. ഞാൻ പറഞ്ഞതിന്റെ കണ്ടൻസ് എന്താ മതി, അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ അതിന്റെ കണ്ടൻസ് അത്ര മനസ്സിലാക്കിയാൽ മതി. മാണിയെ പിരിഞ്ഞിരിക്കാനാവാത്ത ദുഃഖത്തിൽ പി.ജെ. കുര്യന്റെ വിലാപ കഥ. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. UDF-ഉമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് KM മാണിയും പാർട്ടിയും പുറത്തു പോകുന്നു. മണി സാർ അങ്ങ് പോയിട്ടില്ലല്ലോ തിരിച്ചുവരെ. ചരിത്രപരമായ സംഭവങ്ങൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനഭ്രഷ്ടനായ DGP സെൻകുമാർ കോടതിയിൽ പോയി തലസ്ഥാനത്തെത്തിയത് ഒരു സംഭവം. അതിന് പിന്നാലെ ഇതാ കാക്കക്കൂട്ടം കാക്കയെ കൊത്തിക്കൊല്ലുന്നത് പോലെ ഒരു ജഡ്ജിമാർ ചേർന്ന് 6 മാസം ജയിലിലിട്ട് തടവാൻ തീരുമാനിച്ചിരിക്കുന്നു. കൽക്കത്ത കോടതി ജഡ്ജ് CS കർണനെ. കോടതിയുമായി നിരന്തര യുദ്ധത്തിലേർപ്പെട്ടതിന് ശേഷം ഒടുവിൽ ജഡ്ജ് ഭ്രാന്തനാണെന്ന് വരെ പറഞ്ഞതിന് ശേഷമാണ് കർണനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ തീരുമാനമായത്. എന്നാൽ അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസ് എത്തുമ്പോഴേക്കും കർണൻ ജഡ്ജ് വളരെ വിദഗ്ധമായി മുങ്ങുകയാണ്. ഈ എന്ന പാട്ട് മാറ്റി കോടതി കർണനെ കണ്ടോ പോലീസ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു. ഇനി മലയാളികളുടെ കാർഷികോപാധികളിൽ പ്രധാനപ്പെട്ട റബ്ബർ ചർച്ച സഭയിൽ വന്നതോടെ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മാണിസാറും കേരള കോൺഗ്രസ്സുകാരും സാക്ഷാൽ കോൺഗ്രസ്സുകാരും സ്നേഹിച്ച് പലരും റബ്ബർ കൃഷിയെ ഉപേക്ഷിച്ചു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കൃഷിയുമായി നട്ടം തിരിയുകയാണ്. അപ്പോഴാണ് റബ്ബറിനെ അത്യധികം സ്നേഹിക്കുന്ന സണ്ണി ജോസഫ് വിഷയം അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖലയിൽ വൻ തകർച്ച കേരളത്തിലെ അനേകം കാർഷിക കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. റബ്ബർ മേഖലയിലെ തകർച്ച ഇപ്പോൾ ഉണ്ടായതിലും വേനൽ റബ്ബറിനെ സാരമായി ബാധിച്ചു. പ്രതിസന്ധിയിൽ താങ്ങാകേണ്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. റബ്ബർ വിലസരത ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യങ്ങളും കർഷകർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സഹ്യമലയ്ക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്തു മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ട് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. സഹ്യമലയ്ക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. പണ്ട് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. ഇത് കേട്ടപ്പോൾ PC ജോർജിന് ദേഹാസകലം ചൊറിഞ്ഞു കയറി. അച്ചായൻ കോൺഗ്രസ്സുകാർക്കെതിരെ ആഞ്ഞടിച്ചു. ഈ ചോദ്യം ചോദിക്കാൻ മാന്യന്മാരിവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസ് മുഴുവൻ നിർത്താൻ പോകുന്നു, ഇതുകൂടെ ആസാമിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്, റബ്ബർ ബോർഡ് തകർക്കാൻ പോവാണ് എന്ന് ഈ സഭയിൽ ഞാൻ സംസാരിച്ച് സബ്മിഷൻ ഉന്നയിച്ചാണ്. സാർ തൃക്കാടുത്ത് നോക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മാന്യന്മാരെ ഇപ്പം കരയുന്നത്. എന്താ ഇപ്പം കരയാൻ കാര്യം? ഇത് നേരത്തെ ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞതാണല്ലോ, അതൊന്നും പറ്റിയാന്ന് പറഞ്ഞത്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുകയല്ലായിരുന്നു, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, നിങ്ങൾക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അപ്പുറം വർത്താനപ്പെട്ട സാഹചര്യം. റോഡിലൂടോടുന്ന കാറിൻ ചാരിന് ചുറ്റും ടയറാണു റബ്ബർ. നാം ഇടിച്ചപ്പലിൻ വാറാണു റബ്ബർ. ഏറെ പിടിച്ചാൽ വലിയുന്ന റബ്ബർ, വിലയിൽ കുറഞ്ഞാൽ വളയുന്ന റബ്ബർ. നല്ലത് എന്നിട്ട് പോളൂ. പാലായിലുള്ളവർക്ക് പാലാണു റബ്ബർ. മലയാള നാടിന്റെ നട്ടെല്ലു റബ്ബർ. ഇവിടെ പലരുടെയും നട്ടെല്ലും റബ്ബർ. അങ്ങനെ ഇരിക്കെയാണ് ഏവരുടെയും പ്രതീക്ഷയായ കൃഷിമന്ത്രി VS സുനിൽകുമാർ മറുപടി പറയാൻ എഴുന്നേറ്റത്. പ്രതിപക്ഷം ഭരണപക്ഷമായപ്പോൾ കാണിച്ചു കൂട്ടിയ വളരെ നല്ല കാര്യങ്ങളിലാണ് സുനിൽ മന്ത്രി തുടങ്ങിയത്. അങ്ങനെ മന്ത്രി കത്തിക്കയറുന്നതിനിടെ പി.ടി. തോമസ് MLA ചൊറിഞ്ഞു. അതോടെ സംഗതി മൊത്തം വഷളായി. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് വിലസ്ഥിരതാ ഫണ്ട് എന്ന ഫണ്ട് രൂപീകരിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിയാമോ?
WTO-യുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റിന് സബ്സിഡി ഇത്തരം കാര്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ കരാറിൽ ഒപ്പുവെച്ച ആളുകളാണ് നിങ്ങൾ. അതിന്റെ കോൺസിക്വൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് സബ്സിഡിയിൽ റബ്ബർ കൂടി ഉൾപ്പെടുത്തണമെന്നാണ്. അത് BJP ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല സാർ. അത് BJP ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ എല്ലാ കരാറുകളും ഒപ്പുവെച്ച ശേഷം ആ കരാറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ കൃഷിക്കാർ നേരിടേണ്ടി വരുമ്പോ കൃഷിക്കാരന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കരുത് സാർ. ഞങ്ങൾ പറയുന്നത് സാർ, ഇത് ശരിയായ നടപടിയല്ല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുറന്നു ചർച്ചയ്ക്ക് തയ്യാറാണ് സാർ. അതുകൊണ്ട് റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം ബഹുമാനപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ നേതാവായ ചതുരാനൻ മിശ്രയാണ് ഈ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ കാർഷിക മേഖലയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന കാര്യം അങ്ങേക്കറിയാമോ? ഈ PT തോമസ് ഇതുപോലെയുള്ള ശുദ്ധാസംബന്ധം പറയാണ് സാർ. ചതുരാനൻ മിശ്രയല്ല, കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സാർ. കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി ഒന്നതാണ് ചതുരാനൻ മിശ്ര എന്ന് പറഞ്ഞ് ആന ചോർന്ന് കാണാതെ കടുക് ചോർന്ന് കാണുന്ന ആളാണ് അങ്ങ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. പുല്ല് വേണ്ടായിരുന്നു സാർ. PT തോമസ് MP ആയിരിക്കുമ്പോ ഈ കരാറുകൾക്കൊക്കെ കൈപ്പൊക്കി കൊടുത്ത ആളാണ് PT തോമസ്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ കർഷകദ്രോഹ നടപടികളൊക്കെ കൈപ്പൊക്കി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്താണ്. WTO കരാർ ഉണ്ടാക്കിയത്, ASEAN കരാർ ഉണ്ടാക്കിയത് നിങ്ങളാണ്. അങ്ങനെ കത്തിപ്പടർന്ന ചർച്ചയിലേക്ക് സണ്ണി ജോസഫ് കുറച്ച് പെട്രോൾ ഒഴിച്ചു. അതോടെ ചർച്ച വീണ്ടും ആളിപ്പടർന്നു. കിട്ടേണ്ടത് കിട്ടിയതോടെ സണ്ണി വക്കീൽ അടങ്ങിയിരുന്നു. 200 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാർ, അങ്ങ് പിന്നെ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്തു നിന്ന് ഓണേഴ്സ് വിളിക്കും വളരെ എളുപ്പമാണ് സാർ. ആ ഓണേഴ്സ് വിളി നടത്തരുത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയും. നിങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. അല്ല, അതെ, നിങ്ങൾ പുറത്തു നിന്ന് ഓണേഴ്സ് വിളി നിർത്തണം. ഞങ്ങൾ കളിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കറക്റ്റായി ചെയ്തുള്ള കാര്യങ്ങൾ കേട്ടോ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ല, ഞങ്ങളൊക്കെ പേടിപ്പിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്നാൽ പ്രതിപക്ഷത്തെ മന്ത്രി അടിച്ച് നിലം പരിശാക്കിയപ്പോൾ പകുതി ചത്ത KC ജോസഫ് വീണ്ടും മന്ത്രിക്ക് തലവെച്ചു കൊടുത്തു. ഒടുവിൽ ധനവിത്ത മന്ത്രി തോമസ് ഐസക്കിനോടും കിട്ടിയതോടെ എല്ലാവർക്കും തൃപ്തിയായി. അങ്ങ് ഞങ്ങളെ പരിഹസിച്ചു. അതല്ല, ഞങ്ങൾ പുറത്ത് ഓണേഴ്സ് പറഞ്ഞു സാർ, അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. 150 രൂപ UDF ഏർപ്പെടുത്തുമ്പോൾ റബ്ബറിന് വില 80 രൂപയായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് 1 കിലോയ്ക്ക് 70 രൂപ കൊടുത്തു. ഇന്ന് റബ്ബറിന് വില 130 രൂപയാണ്. ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് വർദ്ധിപ്പിക്കണം. 200 ഓണേഴ്സ് വിളിച്ചല്ല. ശരിയാണ് ഈ പറഞ്ഞത്. പക്ഷെ 5 വർഷം കൊണ്ട് എത്ര കൊടുത്തു? 5 വർഷം കൊണ്ട് 350 കോടി കൊടുത്തു. 1 വർഷം കൊണ്ട് 740 കോടി രൂപ. ഇത്തരം വിഷയങ്ങളുമായി ഇനിയും ഇതുവഴി വരില്ലേ പ്രതിപക്ഷമേ എന്ന് ചോദിച്ച് എല്ലാവരും ചായ കുടിക്കാൻ പോയി. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ പടക്കം ബഷീർ വരും.